ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ ഉണക്കച്ചെമ്മീൻ പപ്പടം ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. ഇതുണ്ടാക്കാൻ പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും തന്നെയില്ല. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഉണക്കച്ചെമ്മീനും പപ്പടവും മുളകുപൊടിയും ചേർക്കാവുന്നതാണ്. പപ്പടം ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം. ഉണക്കച്ചെമ്മീൻ ഞാൻ ഏതാണ്ട് ഒരേ അളവിലാണ് ഉണക്കച്ചെമ്മീനും പപ്പടവും എടുത്തിരിക്കുന്നത്. ആദ്യം ഉണക്കച്ചെമ്മീനിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1 ടീസ്പൂൺ വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് മാറ്റിവെക്കാം. എട്ട് മീഡിയം സൈസ് ഉള്ളി ചതച്ചത്, മുളകുപൊടി 1.5 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടാകുമ്പോൾ പപ്പടം വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം 2-3 തവണകളായിട്ട് വറുത്ത് മാറ്റാം. ബാക്കി വന്ന എണ്ണ പാനിൽ നിന്നും മാറ്റിയ ശേഷം വീണ്ടും പാൻ ഗ്യാസിൽ വെച്ച് ചൂടാകുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി എടുത്തു വച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ടുകൊടുത്ത് ഉണക്കച്ചെമ്മീൻ വറുത്തെടുക്കാം. വറുക്കുമ്പോൾ ചൂട് കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം എണ്ണ കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉണക്കച്ചെമ്മീൻ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. പാനിൽ വീണ്ടും അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റണം. ഉള്ളിയുടെ നിറം ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ മുളകുപൊടി ചേർത്തിളക്കി ഗ്യാസ് ഓഫാക്കാം. ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും പപ്പടവും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ പപ്പടം പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഉണക്കച്ചെമ്മീൻ പപ്പടം ഫ്രൈ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.